അപ്പോൾ 2014 തീർന്നു, സമാപിച്ചു. എങ്ങനെയുണ്ടായിരുന്നു 2014 എന്ന് പറയുന്ന ഇയർ? മക്ബൂൽ സൽമാൻ 2014 was not that good for me. റിലീസ് ചെയ്ത മൂവീസ് വെച്ച് നോക്കുമ്പോൾ എനിക്കിട്ടും ഐ എം നോട്ട് അറ്റ് ഓൾ ഹാപ്പി വിത്ത് 2014. കാരണം നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്ന സിനിമകൾ നമ്മൾ വിചാരിച്ച പോലെ വന്നില്ല. മാറ്റിന് ശേഷം ഒരു വലിയ സിനിമയായിരിക്കും എന്ന് വിചാരിച്ച പല പടങ്ങളും 2014 റിലീസായി. 3 റിലീസ് ഉണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്ത രീതിയിൽ ഓഡിയൻസിലോട്ട് എത്തിയിട്ടില്ല സിനിമ. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട്. 2015 ഇത് മൊത്തം ഞാൻ നികത്തും. ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ 2014 ചെയ്ത സിനിമകളെ പറ്റി നമുക്ക് സംസാരിക്കാം. വിൽ ടോക്ക് അബൌട്ട് ദ മൂവീസ് ദാറ്റ് യു ഹാവ് ഡൺ. ഹാങ് ഓവർ ഈസ് വൺ അല്ലേ? അതായിരുന്നു ഫസ്റ്റ് റിലീസ്. ഹാങ് ഓവർ ഈ പറഞ്ഞ പോലെ ഭയങ്കര യൂത്ത്ഫുൾ ആയിട്ടൊരു മൂവിയായിരുന്നു. ഒരുപാട് കാരണം AOPL മാറ്റിന് കഴിഞ്ഞിട്ട് AOPL ചെയ്ത സിനിമയാണ് ഹാങ് ഓവർ. നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തൊരു സിനിമയാണ്, എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തൊരു സിനിമയാണ്. കാരണം ഭഗത്, ഷൈൻ ടോം ചാക്കോ, ഗോവിന്ദ്, യങ് ഗ്യാങ് ആയിരുന്നു. അപ്പോൾ ആ സെറ്റിൽ ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര യങ് ആയിട്ടുള്ള ആളുകളാണ്. പിന്നീട് റിലീസായത് ഡേ നൈറ്റ് ഗെയിം. ഞാനും അർച്ചന കവിയും ഭഗത്തും കൂടി അഭിനയിച്ച സിനിമ. ഷിബു പ്രഭാകർ, സുരാജ് ചേട്ടനെ വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ഡയറക്ടറാണ്. ഒരു സസ്പെൻസ് ത്രില്ലറായിരുന്നു. അതായിരുന്നു എൻ്റെ സെക്കൻഡ് റിലീസ് 2014. പിന്നെ തേർഡ് റിലീസ് വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് എൻ്റെ കരിയറിൽ തന്നെ. മാറ്റിനിക്ക് ശേഷം കുറച്ച് സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം പറഞ്ഞ സിനിമ ഒരു കൊറിയൻ പടമാണ്. അസിസ്റ്റന്റ് ഡയറക്ടറിൻ്റെ ഇതായിരുന്നു. കാരണം ഞാൻ മാറ്റിനിയിൽ ഒരു നടൻ അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ സിനിമയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഫേസ് ചെയ്യേണ്ട ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു നജീബ് എന്ന് പറഞ്ഞ ക്യാരക്ടർ മാറ്റിനിയിൽ. കൊറിയൻ പടത്തിലോട്ട് വരുമ്പോൾ ആദ്യമായിട്ടൊരു സിനിമ ചെയ്ത ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഫേസ് ചെയ്യേണ്ട വരുന്ന പ്രശ്നങ്ങളാണ്. അയാളൊരു സിനിമ ചെയ്തു, അത് റിലീസായതിനു ശേഷം കൊറിയൻ എന്നൊരാൾ വരികയാണ്. സൂപ്പർ ഹിറ്റായിട്ട് നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ ഇതിന് കഥ ഇയാളുടെയാന്ന് പറഞ്ഞിട്ട് കൊറിയൻ ഒരു സംവിധാനം വരുന്നതാണ്. പിന്നെ അതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ള നല്ല സീരിയസ് ആയിട്ടുള്ളൊരു, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഒരു സിനിമ റിലീസായി 2ാമത്തോ 3ാമത്തോ ദിവസം നമുക്ക് കിട്ടും ഇത് ഇന്ന കൊറിയൻ പടത്തിൻ്റെയാണ്, ഇന്ന ഇംഗ്ലീഷ് പടത്തിൻ്റെയാണ്. ഹലോ ഇവ കൂടെയുള്ളവൻ നന്നാവല്ലേ എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു വർഗം സിനിമാക്കാരാ. ഒരുപാട് പുറത്തു പോകാറുണ്ട്, വളരെ സോഷ്യലി ആക്റ്റീവ് ആണ് എന്നൊക്കെ എനിക്കറിയാം. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് യുവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ദി ഇൻഡസ്ട്രി. മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് ആസിഫ് അലി ഇൻഡസ്ട്രിയിൽ. കാരണം ഞാൻ പറഞ്ഞു സിനിമയിലോട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് ആസിഫായിട്ട് അറിയാം. ആദ്യത്തെ സിനിമ അസുരവിത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. പിന്നെ അടിച്ചുപൊളിയും കറക്കങ്ങളൊക്കെ ഒരുമിച്ചാണ്. ദുൽഖർ കഴിഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ സ്ഥാനത്ത് നിന്നിട്ടുള്ള ആസിഫാണ്. കാരണം എന്നേലും സീനിയറാണ് സിനിമയിൽ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇത് ചെയ്യണോ എന്നുള്ളൊരു ഇതൊക്കെ വരുമ്പോൾ ഏറ്റവും ആദ്യം എന്നെ ഹെൽപ്പ് ചെയ്യണ ആസിഫാണ്. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് അർച്ചന കവി, ഭഗത്ത് ഒക്കെയാണ്. കാരണം അവരൊപ്പം ഞാൻ 2 പടങ്ങൾ ചെയ്തു. ഇപ്പം ഞങ്ങളൊരു സിനിമ റിലീസിനുണ്ട് ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ, ദൂരം എന്ന് പറഞ്ഞ മൂവി. കേരള ഫാഷൻ ലീഗ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നിങ്ങൾ ഫോം ചെയ്തിട്ടുണ്ടല്ലേ, അതിനെപ്പറ്റി കുറച്ച് അബിലാണ് എൻ്റെ CEO, അബിൽ ദേവ്, കാലിക്കറ്റ് ബേസ്ഡ് ഒരു ബിസിനസ്മാനാണ്. അപ്പോൾ അബിലിൻ്റെ അടുത്തൊരു ദിവസം വിളിച്ചു പറഞ്ഞു, നമ്മളൊരു ഷോ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനകത്ത് നമ്മളെല്ലാ സെലിബ്രിറ്റീസിനെ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്, മോഡൽസും ആക്ടേഴ്സും ഒക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു ചെയ്യാം, കുഴപ്പമില്ല. എനിക്ക് കാലിക്കറ്റിനോടൊരു പ്രണയമുണ്ട്. കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം, കൊച്ചി കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാലിക്കറ്റാണ്. ഞാൻ പറഞ്ഞു കാലിക്കറ്റാണ് ഞാൻ ചെയ്യാം, കാരണം അവിടെ നമുക്ക് കിട്ടുന്ന സ്നേഹമൊക്കെ ഒരു വേറൊരു ലെവലാണ്. പിന്നെ നമ്മളൊരു 10-25 പേരായി, ഒരു ഭയങ്കര വലിയ ഗ്രൂപ്പായി. നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗദറിന് ഇങ്ങനെ പ്ലാൻ ചെയ്തു. അല്ല ഇത് മാത്രം പോരാ, നമുക്ക് വേറെ എന്തെങ്കിലും കൂടി ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റൈസ് ബക്കറ്റ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ചാരിറ്റി പോലെ, നമുക്ക് ഫുഡ് കിട്ടാത്ത ആളുകൾ അല്ലെങ്കിൽ ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു, ഇപ്പോൾ ഇവിടം വരെ വന്ന് ഈ റൈസ് ബക്കറ്റ് ചാലഞ്ച് അങ്ങനെ വന്ന് നിൽക്കുന്നു. ഇനി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് KFL-ലൂടെ, നടക്കട്ടെ. ബാഡ് ബോയ് ലുക്സിന്റെ പുറകിൽ there is a very nice human heart. അത്രയ്ക്ക് ബാഡ് ബോയ് അല്ല, I'm so good. ഇല്ല, ഇത് ഞാനാണ് ആദ്യമായിട്ട് നോട്ടീസ് ചെയ്തത്. ഇല്ല, എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളത്. എനിക്ക് തോന്നുന്നു എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്, ഞാൻ റൊമാൻസ് ഒന്നും ചെയ്യാത്ത ആൾക്കാർക്ക് ഫീൽ ചെയ്യാത്തത് ചിലപ്പോൾ ഈ ലുക്കുള്ള. ഓക്കെ, എനിവേ സോ ലെറ്റ്സ് കം ടു യുവർ ഫ്യൂച്ചർ റിലീസസ്. ഇനിയുള്ള വരുന്ന സിനിമകൾ ദൂരം, ഞാൻ നേരത്തെ പറഞ്ഞ ഭഗത്ത്, അർച്ചന കവി, ഷൈൻ ടോം ചാക്കോ. ഹാങ് ഓവറിൽ ഞങ്ങൾ 3 പേരായിരുന്നു. ആ 3 പേര് തന്നെ ഈ സിനിമയിലുണ്ട്. അതിന് ഒരു ഔട്ട് ആൻഡ് ഔട്ട്
ലവ് സ്റ്റോറിയാണ് സിനിമ. 2 ഫേസാണ്, ഒരാളുടെ ലൈഫിൽ 2 ഫേസ് കാണിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ വരുന്നത് കേരള ടുഡേ. ശ്രീവിത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു കപിലേട്ടൻ ചെയ്യുന്ന സിനിമയാണ്. ഒരു ത്രൂ ഔട്ട് ആക്ഷൻ മൂവി. ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് ഒരു ആദിവാസി യുവാവായിട്ടാണ് അഭിനയിക്കുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ, കുറച്ച് നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾക്കെതിരെ റിയാക്ട് ചെയ്യുന്ന ഒരാൾ. പിന്നെ 3ാമത്തെ റിലീസ് 1000. ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു ക്യാരക്ടർ, ആദ്യമായിട്ട് നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നതാണ്. ഭരത്, മുകേഷ് ഏട്ടനൊക്കെ കൂടിയുള്ള സിനിമ. അനിൽ നായർ ഡയറക്ട് ചെയ്യുന്നു. ഓൾവേസ് മമ്മൂട്ടി. മൂത്താപ്പയാണ് എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. കാരണം ഇപ്പോഴും ഞാനൊരു ന്യൂ കമറാണ്. നമ്മളൊക്കെ എങ്ങനെയാണോ സിനിമേനെ കാണുന്നത് അതുപോലെ തന്നെയാണ് മൂത്താപ്പ ഇപ്പോഴും ആഫ്റ്റർ 40 years സിനിമേനെ കാണുന്നത്, അല്ലെങ്കിൽ സിനിമേനെ സമീപിക്കുന്നത്. അപ്പോൾ മൂത്താപ്പ ഈസ് ഓൾവേസ് മൈ ഇൻസ്പിറേഷൻ. എന്നോട് പറഞ്ഞു ആസിഫിനോടാണ് കൂടുതൽ സംസാരിക്കാറ്, മൂത്താപ്പയോട് സംസാരിക്കാറില്ല, സ്ക്രിപ്റ്റ്സ് ഡിസ്കസ് ചെയ്യാറില്ല. മൂത്താപ്പാന് ശരിക്കും ഒരു ഭയഭക്തി ബഹുമാനമാണ്. ശരിക്കും നിങ്ങൾ മാത്രമല്ല, ഇവൻ ഇതിന്റെ പുറത്ത് നിൽക്കുന്നവർക്ക് ഒരു ഡിസ്റ്റൻസ് നമുക്ക് വെച്ച് സംസാരിക്കാൻ പറ്റുന്ന ഫീൽ ചെയ്യാറുണ്ട്. ഒരു ദ കിങ് ഫീലാണ്. അപ്പൊ നമുക്ക് ശരി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മറുപടി പറയാറുള്ളൂ. എന്ത് പറഞ്ഞാൽ നന്നാവും ഇതാവും എന്നൊക്കെ ഉള്ളത്. കണ്ടിട്ടുണ്ടോ സിനിമ? മക്ബൂൽ അഭിനയിച്ച സിനിമ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഈ അടുത്തൊരു സിനിമ കണ്ടിട്ട് പറഞ്ഞു, ആ സിനിമയ്ക്ക് ആരാ ഡബ് ചെയ്തെന്ന് ചോദിച്ചു. ഞാനടുത്ത് കുറച്ചൊരു വഴക്ക് പറയാനായിരിക്കും. ഞാൻ പറഞ്ഞു ഞാനല്ല, വളരെ നന്നായിട്ടുണ്ട്, നല്ല ഡബ്ബിങ്. ഞാൻ പറഞ്ഞു അത് ഞാനാണെന്ന്. ശരിക്കും ഞാനാണ് ചെയ്തത്. അപ്പോൾ ഞാനടുത്ത് ഇനി വഴക്ക് പറയാനാണെങ്കിൽ, മോശമാണെങ്കിൽ വഴക്ക് പറയും എന്തായാലും. കാരണം നമ്മുടെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ് മൂത്താപ്പ. എൻ്റെ അടുത്ത് ചോദിച്ചാൽ പിന്നെ എന്താ മാറ്റി പറഞ്ഞു? അല്ല, ചീത്തയാണ്, വഴക്ക് കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മാറ്റി പറഞ്ഞതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാം, എല്ലാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളെക്കുറിച്ചും അതിൻ്റെ കഥയൊക്കെ കുറിച്ചൊക്കെ പറയും. പക്ഷേ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആ റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് സംസാരം കുറച്ച് കുറവായിരിക്കും. നിങ്ങളുടെ ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പം ഞാൻ ആണെങ്കിൽ ഒരു സ്റ്റാർ നൈറ്റ് ഒക്കെ നടത്തുന്ന പോലെ ആയിരിക്കില്ലേ നിങ്ങളുടെ ഫാമിലി ഫംഗ്ഷൻസ്? ലൈക്ക് മൂത്താപ്പ, ഷാറുഖ് ഖാൻ, ഇവിടെ ചന്തു, പിന്നെ ഫാദർ, എല്ലാവരും ഇൻഡസ്ട്രിയിൽ നിറഞ്ഞേക്കണ കുറെ ആൾക്കാർ. ഔട്ട് ആൻഡ് ഔട്ട് ഫൺ. ലൈക്ക് എൻ്റെ മൂത്താപ്പ ഒരിക്കലും അങ്ങനെ ഫാമിലിയിലോട്ട് എടുക്കുമ്പോൾ മൂത്താപ്പ ഒരിക്കലും ആ ഒരു ഇമേജ് ഒന്നും വെക്കാറില്ല. കാരണം നമ്മുടെ ഇടയിലോട്ട് ഇറങ്ങി വന്നിട്ട് നമ്മുടെ ഒപ്പം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ശരിക്കും നമ്മളൊക്കെ വെയിറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരാളുടെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരു കല്യാണമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ പ്രിപ്പറേഷൻസ്, അതൊക്കെ കല്യാണം കഴിക്കാനുള്ളവർ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ തുടങ്ങും, കസിൻസ് തുടങ്ങും. നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണം, നമുക്ക് ഇന്ന പാട്ടിന് ഡാൻസ് ചെയ്യണം, നമുക്ക് ഇങ്ങനെയൊക്കെ മെഹന്തി നൈറ്റ് ഇങ്ങനെയൊക്കെ കൂടണം എന്നുള്ളത്. എന്ത് ഫംഗ്ഷൻ ആയാലും, ഇപ്പോൾ നമ്മൾ ഫാമിലി ഗെറ്റ് ടുഗദർ ആയാലും അല്ലെങ്കിൽ ഒരു മാരേജ് ആണെങ്കിലും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാനുള്ള സാധനം അതിനകത്ത് ഉണ്ടാക്കിയിരിക്കും. എല്ലാ രീതിയിലും ഫണ്ണായിരിക്കും. ഈ അവിടെ ഒരു ദുൽഖർ സൽമാൻ, മമ്മൂട്ടി, മക്ബൂൽ എന്നുള്ളൊരു ഇമേജ് ഒന്നും ഇല്ല. അവിടെയൊക്കെ ചന്തു, ചാലു, മൂത്താപ്പ. ഓക്കെ.